നമസ്കാരം, ഞാൻ റാഫി സരിക. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. അതായത് വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അഡ്മിനാണ് ഞാൻ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ പലർക്കും പല ഗുണങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുള്ളത്. സംഗീതപരമായിട്ടും അതുപോലെ സിനിമയുമായിട്ടുള്ള ഗ്രൂപ്പുകളും അതുപോലെ ബിസിനസ് ഗ്രൂപ്പുകളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പബ്ലിക് ഗ്രൂപ്പാകുമ്പോൾ അതിനകത്ത് വരുന്ന സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന സ്ത്രീകൾക്കാണ്, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടാവില്ല, എന്നാൽ അറിയുന്നവരും ഉണ്ടാവും. അറിയുന്നവരെന്ത് ചെയ്യണം? ഈ വീഡിയോ ഒന്ന് അവർക്ക് അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഷെയർ ചെയ്തോളൂ. കാരണം സ്ത്രീകൾ പബ്ലിക് വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിരുന്ന് അവരുടെ പേരും അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ ഒക്കെ അവർ വെച്ചിട്ടുണ്ടാവും അവരുടെ DP ആയിട്ട്, അല്ലേ? അപ്പോൾ അത് ഒരു സ്ത്രീയാണെന്ന് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് 1000-ൽ-1 എന്ന് പറയാനേ പറ്റുള്ളൂ ഈ ഞരമ്പ് രോഗമുള്ളവരുണ്ടാവും. അവരിവർക്ക് ഒരു പരിചയമില്ലാത്ത സ്ത്രീകൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, അതും അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ലെങ്കിൽ കോൾ ചെയ്യുക, വാട്സപ്പ് കോൾ ചെയ്ത് നോക്കും. എന്നിട്ടും പറ്റണില്ലെങ്കിൽ ഡയറക്റ്റ് മറ്റേ സാധാരണ കോളുണ്ട്, അത് കോൾ ചെയ്യുക, അതിലൂടെ കോൾ ചെയ്യുക. അങ്ങനെ ഒരുപാട് കംപ്ലയിൻസ് വരാറുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഇറക്കുന്നത് തന്നെ കാരണം ഇന്നലെ എനിക്കൊരു സിനിമ എന്ന മായാലോകം ഗ്രൂപ്പിലൂടെ, ഞാൻ അഡ്മിനായിട്ടിരിക്കുന്ന ഗ്രൂപ്പിൽ ഒരു വ്യക്തി ചെന്നൈയിൽ ഒരു സിനിമയുടെ ഷൂട്ടുണ്ട്, അതിലേക്ക് വരാൻ തയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജുകൾ ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണ്. അവന് വേണമെങ്കിൽ ഈ നമ്മുടെ തന്നെ സിനിമ എന്ന മായാലോകം ഗ്രൂപ്പിൽ കാസ്റ്റിംഗ് കോൾ പോസ്റ്റർ ഇടാം. അതായത് ബാനർ, പ്രൊഡ്യൂസർ, ഡയറക്ടർ, ഇതെല്ലാം ആരാണെന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ ആരെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ വെച്ചുകൊണ്ടൊരു പോസ്റ്റർ ഇറക്കാം. പക്ഷെ അതല്ല അവൻ ചെയ്യുന്നത്. പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ നേരെ കോൾ ചെയ്ത് നോക്കുക, കിളിപിടുത്തം എന്നൊക്കെ പറയാം ഞങ്ങൾ പണ്ട്. അപ്പോൾ ഈ കിളി പിടിക്കുന്നവരെ നമുക്ക് എങ്ങനെ കിളി പിടിക്കുന്നവരിൽ നിന്നും എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്ന് പെൺകുട്ടികൾ ചെയ്തു വെക്കേണ്ട ചില കാര്യങ്ങൾ, അതിനാണ് ഈ വീഡിയോ ഇറക്കുന്നത്. അപ്പം ഇതിൽ പറയുന്ന സെറ്റിങ്സൊക്കെ എല്ലാവരും ചെയ്തു വെക്കുക. ഓക്കെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് അപ്ഡേറ്റഡ് ആണോ എന്ന് നോക്കണം. അത് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ചെയ്യേണ്ടത് ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇടുന്നതാണ്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് വാട്സപ്പ് തുറക്കുക. വാട്സപ്പ് തുറന്ന് മുകളിൽ കാണുന്ന വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് അല്ലെങ്കിൽ 3 കുത്തുകൾ കണ്ടോ, വലതുവശത്ത് മുകളിലായിട്ട് അത് അമർത്തുക. അപ്പോൾ സെറ്റിങ്സ് എന്ന് കാണാം. ആ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ കാണുന്നുണ്ട് അല്ലേ? ആ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? അപ്പോൾ താഴേക്ക് വരുമ്പോൾ റിസർവ്ഡ് യൂസർ നെയിം എന്ന് പറഞ്ഞ് കാണിക്കുന്നു. കണ്ടോ? റിസർവ്ഡ് യൂസർ നെയിം, അതാണ് സംഭവം. അവിടെ നിങ്ങൾ ചെന്ന് എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടോ മേലെ? നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും, അല്ലെങ്കിൽ യൂസർ നെയിം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്നത് കാണാം. മേലെ എഡിറ്റ് റൈറ്റിൽ മേലെയായിട്ട് ഒരു ഗ്രീൻ കളറിൽ കണ്ടോ, അത് ക്ലിക്ക് ചെയ്തു. ചേഞ്ച് യൂസർ നെയിം ഉണ്ട്, ഡിലീറ്റ് യൂസർ നെയിം ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഡിലീറ്റ് യൂസർ നെയിം കൊടുത്തു. ഞാൻ ഡിലീറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ യൂസർ നെയിം ഡിലീറ്റ് ആയിപ്പോയി കണ്ടോ. അപ്പോൾ ആ പഴയ വിൻഡോ തുറന്നു വന്നു. അപ്പോൾ ഇപ്പോൾ ബ്ലാങ്ക് ആണ്, അവിടെ ഒന്നുമില്ല കണ്ടോ. മുൻപ് അവിടെ റാഫി_സരിക എന്ന് കണ്ടിരുന്നു, ഇപ്പോൾ അവിടെ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ യൂസർ നെയിം വീണ്ടും ക്ലിക്ക് ചെയ്യാണ്. റിസർവ് യൂസർ നെയിം ഗ്രീൻ കളറിൽ കാണാം കണ്ടോ. അവിടെ നമ്മൾ യൂസർ നെയിം ക്ലിക്ക് ചെയ്തു കണ്ടോ. ഇപ്പോൾ ക്രിയേറ്റ് യൂസർ നെയിം എന്ന് വന്നു. അപ്പോൾ ക്രിയേറ്റ് യൂസർ നെയിം നമ്മൾ കൊടുക്കുകയാണ് കണ്ടോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് സ്ത്രീകൾ ഒരിക്കലും ഒറിജിനൽ പേര് വെക്കല്ലേ. കാരണം ഇങ്ങനെയുള്ള പരാതികൾ പിന്നെ ഗ്രൂപ്പുകളിൽ വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഒറിജിനൽ പേര് വെക്കേണ്ട. നിങ്ങളുടെ വല്ല സ്ഥാപനമോ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാപനമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ബോയ് ഫ്രണ്ടിൻ്റെ പേര് വെച്ചോ, എന്നാലും പ്രശ്നമില്ല.
അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേര് വെച്ചോ, അച്ഛൻ്റെ പേര് വെച്ചോ, നിങ്ങളെ സ്വന്തം പേര് വെക്കല്ലേ. ഈ പേര് വെക്കുമ്പോഴാണ് ഈ ക്രിമികടിയായിട്ട് 1000-ൽ ഒരുവൻ വരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാ, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര്, ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ചെയ്യേണ്ടത് ഇവിടെ എന്തെങ്കിലും നിങ്ങളുടെ സ്ഥാപനമോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും പേരെഴുതി വെക്കുക. അപ്പോൾ എൻ്റെ പേര് ഇവിടെ ഞാൻ എഴുതുന്നു, കണ്ടോ, റാഫി. ഞാനിവിടെ ഒരു യൂസർ നെയിം ആയതുകൊണ്ട് _ കൊടുത്തു, സരിക, കണ്ടോ, റാഫി _ സരിക. അത് യൂസർ നെയിം അവൈലബിൾ ആണ്, കണ്ടോ, വേറെ ആരും അത് യൂസ് ചെയ്തിട്ടില്ല. എഴുതി നിങ്ങൾ സേവ് ചെയ്തോളൂ. സേവ് ചെയ്തു, കണ്ടോ. ഇപ്പോൾ യു റിസർവ്ഡ് @റാഫി _ സരിക, കണ്ടോ, ഡൺ. താഴെ കാണുന്ന ഗ്രീൻ ബട്ടൺ അമർത്തി ഡൺ. ഇപ്പം എൻ്റെ യൂസർ നെയിം അവിടെ വന്നു, മനസ്സിലായില്ലേ? അത് സേവ്ഡായി. ഇപ്പോൾ ഇവിടെ യൂസർ നെയിം എന്ന് എഴുതിയേ കാണാം. 1, 2, 3-ാമത്തെ ആ ഓപ്ഷൻ നോക്ക്, യൂസർ നെയിം റാഫി _ സരിക. എന്നെ കോണ്ടാക്ട് ലിസ്റ്റിലേക്ക് സേവ് ചെയ്യാത്ത, അതുപോലെ തന്നെ ഞാൻ കോണ്ടാക്ട് ലിസ്റ്റിലേക്ക് സേവ് ചെയ്യാത്ത ഒരാൾക്കും എൻ്റെ നമ്പർ കാണത്തില്ല. എൻ്റെ പേര് കാണിക്കുന്നത് റാഫി _ സരിക എന്നും പറഞ്ഞിട്ടുള്ള യൂസർ നെയിമായിട്ടേ കാണിക്കുകയുള്ളൂ. പിന്നെ എന്താണ്, നമ്മുടെ മുകളിൽ ഞാനൊരു പേര് എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടോ, നെയിം. അവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എന്നെ പോലെ തന്നെ ഒരാളിരിക്കണുണ്ടോ, അവിടെ റാഫി സരിക, പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവം പിന്നെ പുറത്തെ ആളുകൾക്കും കാണാം. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. പെൺകുട്ടികളും സ്ത്രീകളൊക്കെ അത് ചെയ്തു വെക്കുക. പിന്നെ ഫോട്ടോ നമ്മളെ DP-യിലുള്ള ഫോട്ടോ നിങ്ങൾക്ക് പിന്നെ ഫോട്ടോ വയ്ക്കാം. പക്ഷേ ആ ഫോട്ടോ പുറത്തെ ആളുകൾ, നിങ്ങളെ പരിചയമില്ലാത്ത ഒരാളും കാണണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ അത് സെറ്റിങ്സിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളുടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ള പിക്ചർ, DP-യിലിരിക്കുന്ന പിക്ചർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, നിങ്ങൾക്കറിയാവുന്നവർ മാത്രം കണ്ടാൽ മതി. നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർ മാത്രം കണ്ടാൽ മതിയില്ലേ. അത് സെറ്റിങ്സിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പബ്ലിക് കാണാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ പറയാം. ഇതറിയാത്തവരൊന്നും വാട്സപ്പ് ഉപയോഗിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. എങ്കിലും പറഞ്ഞു തരികയാണ്. അതുപോലെയൊക്കെ ചെയ്യുക. അപ്പോൾ ഈ സ്ത്രീകളുടെ ഫോട്ടോസ് പബ്ലിക് കാണില്ല. അതായത് നിങ്ങളുടെ ലിസ്റ്റിലുള്ളവർ കണ്ടാൽ മതി. നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റ്, നിങ്ങളുടെ വീട്ടിലുള്ളവർ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ ഫ്രണ്ട്സ്, അങ്ങനെയുള്ളവർ കണ്ടാൽ പോരെ. അപ്പോൾ അതിന് ചെയ്യേണ്ടത് വാട്സപ്പ് തുറക്കുക. മുകളിൽ വലതുവശത്ത് കാണുന്ന 3 കുത്ത്, അതും അമർത്തുക, കണ്ടോ. അവിടെ പോയി താഴേക്ക് വരുമ്പോൾ താഴേന്ന് തൊട്ട് മുകളിൽ കാണുന്ന സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അവിടെ പ്രൈവസി നമുക്ക് അമർത്തുമ്പോൾ തന്നെ താഴോട്ട് വരുമ്പോൾ കാണാം, കണ്ടോ. അപ്പോൾ പ്രൈവസിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ 1, 2 രണ്ടാമത്തെ ഓപ്ഷൻ കിടക്കുന്നതാണ് പ്രൊഫൈൽ പിക്ചർ. ആ പ്രൊഫൈൽ പിക്ചർ അങ്ങോട്ട് അമർത്തിക്കോളൂ. അവിടെ കണ്ട ഞാൻ എന്താ ചെയ്തു വെച്ചേക്കണേ, മൈ കോണ്ടാക്ട്സ്. ഞാനൊരു ആണല്ലേ ഒന്നുമില്ലെങ്കിൽ, എന്നിട്ട് പോലും എൻ്റെ കോണ്ടാക്ട്സിലുള്ളവർ എൻ്റെ ഫോട്ടോ കണ്ടാൽ മതി. അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്തിനാണ് വെറുതെ ഈ പബ്ലിക്കിന് ഫോട്ടോ കാണിക്കാൻ വേണ്ടി വെക്കുന്നത്? എന്നിട്ട് പിന്നെ പരാതിയുമായിട്ട് ഗ്രൂപ്പിൽ വരരുത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, മുകളിൽ കാണുന്ന everyone ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ everyone അങ്ങ് മാറ്റിയിട്ട് മൈ കോണ്ടാക്ട്സ് ആക്കിക്കോളൂ. ഓക്കെ, ആ മൈ കോണ്ടാക്ട്സ് അങ്ങോട്ട് അമർത്തി ഇപ്പം ഞാൻ ഇങ്ങനെ ആക്കിയാൽ നോബഡി ആക്കി, കണ്ടോ, നോബഡി മൈ കോണ്ടാക്ട്സ് ആക്കാം. എന്നിട്ട് ബാക്കിലേക്ക് പോയിക്കോ. ഓക്കെ, അതായിക്കഴിഞ്ഞു, മൈ കോണ്ടാക്ട്സിലാണ് കിടക്കുന്നത്. അത്രേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ വേണമെങ്കിൽ കയറിയിരുന്നു, ഒരു പ്രശ്നവുമില്ല.